വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ദിവസത്തിനായിട്ട് കേരളം കാത്തിരിക്കുകയാണ്. അതിനു മുന്നോടിയായി തന്നെ കുറേയധികം ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം വർഗീയവാദികളുടെ വലിയ ആക്രമണമാണ് വി.ഡി. സതീശൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകകക്ഷി UDF-ലുണ്ട്. അപ്പോൾ അവരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുമ്പിൽ വി.ഡി. സതീശൻ വഴങ്ങി കൊടുക്കേണ്ടി വരുമോ, വീണു പോകുമോ എന്ന ഭയം പലർക്കും ഉണ്ട്. എങ്ങനെയാണ് അങ്ങ് അതിനെ വിലയിരുത്തുന്നത്? ആർക്കാണ് ഭയം? ഏത് കോപ്രാണ്ടികൾക്കാണ് ഭയമുള്ളത്? NSS-നോ അല്ലെങ്കിൽ SNDP-ക്കോ അല്ലെ BJP-ക്കോ അല്ലെങ്കിൽ അതുപോലുള്ള വർഗീയ സംഘടനകൾക്കോ അല്ലെങ്കിൽ CPM-നോ? അതായത് 1967 സപ്തകക്ഷ മുന്നണി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള മുന്നണിയായിരുന്നു CPM-ന് കൂടെ. ഇപ്പൊ CPM-നല്ല, ഇപ്പൊ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല. ആപ്പാടെ മുസ്ലിം ലീഗ് ആണല്ലോ വർഗീയ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ INL എന്ന് പറയുന്ന ഒരു ഭാഗം അതിൻ്റെ അകത്തുണ്ടല്ലോ. INL ആരാണ്? ഏറ്റവും തീവ്രമായിട്ട് ബാബറി മസ്ജിദിന്റെ പേരിൽ വിഘടിച്ച് കഷ്ണമായി തീർന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിന്റെ ബനാത്ത് വാലേന്റെ കൂടി ചേർന്നിട്ട് ഭിന്നിപ്പിച്ച് കൊണ്ടുപോയ ഒരു സംഭവമാണ് INL. ആ INL ഇത്രയും കാലം കൂടി ഉണ്ടാവുക. INL മന്ത്രി ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിന്റെ പേരിലാണ് വർഗീയത പറയുന്നത്? മുസ്ലിം ലീഗ് ഉണ്ടായതുകൊണ്ടാണോ? ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിനെ പോലെ ഇത്രയധികം മതേതരത്വമുള്ള ഒരു വേറെ പാർട്ടി ഉണ്ടോ? അവിടെ മലപ്പുറത്ത് എന്തെങ്കിലും വർഗീയ കലാപം ഉണ്ടാവാറുണ്ടോ? അവരൊരു വർഗീയ കലാപം അഴിച്ചുവിട്ടാൽ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകുമോ? അടിച്ചു നിരപ്പാക്കാൻ അവർക്ക് കഴിയില്ലേ? അവരത് ചെയ്യാത്തെന്താ? അവര് വിശ്വസിക്കുന്നത്, അവർ പ്രത്യേകം പറയുന്ന ഈ അടുത്ത കാലത്ത് ഞാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു പാട്ട് പാടുന്നത് കണ്ടു. അത് അമ്പലങ്ങളും പള്ളികളും എന്ന ആരാധനാലയങ്ങളിലേക്ക് സമാധാനത്തിന്റെ സ്ഥലങ്ങളാണ്. അതായത് ജാതി മതങ്ങൾക്കപ്പുറം എല്ലാവർക്കും അവരുടെ വിശ്വാസ കേന്ദ്രങ്ങൾ എന്താണ്? സമാധാന കേന്ദ്രമാണ്. അത് ഹിന്ദു എന്നോ മുസ്ലിമോ ക്രിസ്ത്യൻ എന്നോ ഇല്ലാതെയുള്ള ഒരു സമീപനമാണ് മുസ്ലിം ലീഗിനുള്ളത്. അവരെപ്പോഴെങ്കിലും വർഗീയത പറയുന്നത് കേട്ടിട്ടുണ്ടോ? ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ഇന്ത്യയിൽ മുഴുവൻ വർഗീയ കലാപം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് മലപ്പുറവും കേരളവും വളരെ സംരക്ഷണ കേന്ദ്രമായി മാറി? അവര് വളരെ സമാധാനപരമായിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ മുസ്ലിം ലീഗ് എന്നുള്ള സംഘടന ഉള്ളത് കൊണ്ടാണെങ്കിൽ അത് തീർച്ചയായിട്ടും വേറൊരു അതിനകത്ത് വർഗീയതയില്ല. പിന്നെ വർഗീയത ഉണ്ടാക്കുകയാണ്. കാരണം എന്തിനാണ് വെള്ളാപ്പള്ളിയെ മുമ്പ് പിണറായി വിജയൻ ഇറക്കിയത്? BJP ഡൽഹിയിൽ നിന്ന് അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയും പിണറായി വിജയനെ ചട്ടം കെട്ടിയത് ഇവിടെ വർഗീയമായി വേർതിരിവുണ്ടാക്കണം. അതിനെ ആരംഭിക്കണം. ഏറ്റവും നല്ല വിഷം തുപ്പുന്ന ഒരു ജീവിയെ വേണം. അതിന് ഏറ്റവും പറ്റിയത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം മലപ്പുറത്ത് പോയിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇവിടെ കോളേജുകളും സ്കൂളുകളും കിട്ടുന്നുള്ളൂ, ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഈഴവർക്ക് കിട്ടുന്നില്ല. ഏത് 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനുള്ള സ്ഥലത്ത് മുസ്ലിം ലീഗാണോ ഇവിടെ ഭരിച്ചിരുന്നത്? അപ്പൊ ഇത്തരത്തിൽ അതേപോലെ ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് മലപ്പുറത്തൊക്കെ കള്ളക്കടത്തുകാരും തട്ടിപ്പുകാരാണെന്ന് പറഞ്ഞ ലേഖനം എഴുതിയുള്ള ആരാ? ഇന്റർവ്യൂ കൊടുത്ത ആരാ? പിണറായി വിജയനാണ്. അപ്പൊ വർഗീയ ചേരിതിരിവുണ്ടാക്കി തമ്മിലടിപ്പിച്ച് വർഗീയ വിഷം തുപ്പുന്ന ഇത്തരം ജീവികളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും അധികം പ്രധാന രസകരമായ കാര്യം, ഇത്രയും കാലം വി.ഡി. സതീശനെ തള്ളിപ്പറഞ്ഞിരുന്ന NSS-ന്റെ നേതാവ് സംസ്ഥാന അദ്ദേഹത്തിന്റെ സുകുമാരൻ നായർ എന്താ വന്ന് പറഞ്ഞത്? ഈ മുസ്ലിം ലീഗാണ് എല്ലാ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അത് കോൺഗ്രസിന് അധികാരം, ഇയാള് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആണോ? ഇദ്ദേഹം ഇത്രയും കാലം വിഷം തുപ്പി തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ശബരിമല കൊള്ളയിൽ ഇത്രയും കാലം പല പ്രശ്നം ഉണ്ടായിട്ട് അദ്ദേഹം മിണ്ടിയോ? ഹിന്ദുക്കളുടെ ഏറ്റവും പരിപാവനമായ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള സ്വർണ്ണക്കൊള്ളയും അതേപോലെ ഒരു അഖില ലോക സമ്മേളനം നടന്നല്ലോ. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അയ്യപ്പ സംഗമം. അതില് എത്ര തട്ടിപ്പുകളാണ് നടന്നത്? അതിനകത്ത് പങ്കെടുത്ത ആളല്ലേ നമ്മൾ NSS-ന്റെ പ്രതിനിധികള്. അതിൽ പേരിൽ എത്ര തട്ടിപ്പടത്തി? ശബരിമലയിൽ എത്ര തട്ടിപ്പടത്തി? എന്നിട്ട് എന്തേയും ഇയാളെ വായ അടഞ്ഞു പോയിരുന്നു? പണം കൊണ്ട് കുത്തി നിറച്ചിട്ടിരുന്നു ഇത്രയും കാലം? അല്ല, അയാളെ നാവ് വേറെ ആരും കോളത്തിനുള്ളിലായിരുന്നോ? ആയിരുന്നോ? ഇപ്പൊ ഇവിടെ വന്ന ഈ അവസാന നിമിഷം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ വർഗീയ വിഷം തീറ്റുന്നത് ഇവരാണ്. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ UDF-നെ പിന്തുണച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു വർഗീയത ഇല്ല. അത് കൃത്യമായി പറഞ്ഞു. NSS-ന്റെയും അതേപോലെ SNDP-യുടെയും തിണ്ണ നിറങ്ങാൻ ഞാനില്ല എന്ന് പറഞ്ഞ ആളാണ് ആര്? വി.ഡി. സതീശൻ. അങ്ങനെ വന്ന ആരുടെയും കാല് നക്കി അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാരെ കാല് നക്കി കാല് പിടിച്ച് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല അദ്ദേഹം വന്നത്. അവരെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. വി.ഡി. സതീശൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്,
സാമുദായിക നേതാക്കൾക്ക് മുമ്പിൽ ഇരുന്നോ അവരുടെ മുമ്പിൽ കിടന്നു കൊടുക്കരുത്. അതെ, അത് അന്തസ്സോടുകൂടെ പറഞ്ഞിട്ട് അത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട്, കേരളത്തിലെ മതേതരവാദികളാണ് ജനങ്ങൾ ഇത് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം ഇപ്രാവശ്യം ഇലക്ഷനോടെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലായത്. പക്ഷെ നിലവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭീതി പരത്തുക എന്നുള്ളതാണ്. ആരാണ് ഭീതി പരത്തുന്നത്? ഇനി മുസ്ലിങ്ങളുടെ ഭരണമാകും. ആരാണ് ഭീതി പരത്തുന്നത്? തീർച്ചയായിട്ടും BJP ആണ് അതിന്. BJP ആവശ്യം അവർക്ക് അങ്ങനെ പറഞ്ഞാലല്ലേ ആളുകൾ ഇങ്ങോട്ട് വരുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ സ്ട്രാറ്റജി എന്താണ്? ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മുസ്ലിം ലീഗ് വരുമ്പോൾ മുസ്ലിം ലീഗിനെതിരെ അത് വർഗീയ കക്ഷിയാണെന്ന് പറഞ്ഞുണ്ടാക്കി കൃത്യമായിട്ട് ഒരു പ്രചരണം നടത്തുമ്പോൾ എന്ത് ചെയ്യും? ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ഇനിയിപ്പം മുസ്ലിങ്ങളാണ് ഇവിടെ ഭരിക്കാൻ പോണത്, മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടക്കാൻ പോണത് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയാണ്. അവർക്കിവിടെ CPM-നെ മറികടന്ന് പ്രതിപക്ഷമാകണം, അതിനുള്ള സ്ട്രാറ്റജിയാണ് ഇത്. ഇതില് സാധാരണ ഇനി ജനങ്ങൾ വീഴാൻ സാധ്യതയില്ല. കാരണം ജനങ്ങൾ കൃത്യമായി 10 വർഷത്തെ ഈ ഭരണം കൊണ്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പിണറായി വിജയൻ ഇത്രയും കാലം സംരക്ഷിച്ചാരാ? BJP ആണ്. എന്തുകൊണ്ടാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ പിണറായി വിജയൻ നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായി വിജയനാണ് മുഖ്യപ്രതി, മകളുണ്ട്, മകനുണ്ട്, ഇവരെല്ലാം കുടുംബസമേതം അറസ്റ്റിലാകും എന്ന് പറഞ്ഞല്ലേ? ലാവ്ലിൻ കേസ് 9.5 വർഷമായി കെട്ടിപ്പൂട്ടി സുപ്രീം കോടതി കിടക്കുന്ന എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ എന്നോ ജയിലിൽ കിടക്കണ്ടല്ലേ? അതേപോലെ അല്ലേ ലൈഫ് മിഷൻ തട്ടിപ്പ്, ഡോളർ തിരിച്ചു അയച്ചത്? അതേപോലെ തന്നെയല്ലേ നമ്മുടെ കരിമണൽ കടത്തയുടെ കേസ്? തീർച്ചയായിട്ടും ഇന്നിപ്പോ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പാകെ VD സതീശൻ പറഞ്ഞിട്ടുണ്ടായി. ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ അത് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക് ആരാണ് കടന്നു വരിക എന്നുള്ളത് അത് അപകടകരമാണ്. അതെ, അത് വളരെ കൃത്യമല്ലേ. ഇവിടെ വർഗീയ പാർട്ടികൾ, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള SDPI പോലുള്ള തനി വർഗീയതയുള്ള പാർട്ടികൾ അവിടേക്ക് കടന്നു വരും. അപ്പൊ ഇവിടെ മുസ്ലിം തീവ്രവാദം കൊഴുക്കും. ആ മുസ്ലിം തീവ്രവാദം കൊഴുക്കുമ്പോൾ ഇവിടെ എന്തായി തീരും? ഇവിടെ വർഗീയത പെട്ടെന്ന് ആളിപ്പെടാൻ കഴിയും. അതിന് തടസ്സമായി നിൽക്കുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി തന്നെയാണ്. ഇപ്പം BJP മുസ്ലിം ലീഗ് ആയിട്ട് മുസ്ലിം ലീഗ് കൈ കൊടുക്കാന്ന് വെച്ചോ, മുസ്ലിം ലീഗ് ഇപ്പം BJP-യിലെ പ്രമുഖ വേണമെങ്കിൽ അമിത്ഷായോ നരേന്ദ്രമോദിയോ വേണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ വീട്ടിൽ കൊടപ്പണക്കുന്നിൽ വീട്ടിൽ നിന്ന് കെട്ടിപ്പിടിക്കാൻ പോകും. കാരണം അവരുടെ മനസ്ഥിതി അങ്ങനെയാണ്. അവരൊരിക്കലും വർഗീയതയ്ക്ക് അനുകൂലമല്ല. ജാതി മതങ്ങൾക്ക് അപ്പുറത്ത് എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞാൻ കോഴിക്കോട് താമസിച്ചുള്ള ഒരാളാണ്. ഏറ്റവും അധികം മുസ്ലിം ലീഗിലെ നേതാക്കന്മാർക്കെതിരെ വാർത്ത ചെയ്തിട്ടുള്ള ആളാണ്. അത് വർഗീയതയുടെ പേരിലല്ല, അവര് കാണിച്ചുള്ള വൃത്തികേടിനെതിരെയാണ് ഞാൻ പോരാടിയിട്ടുള്ളത്. അതിന്റെ പേര് എന്നെ തട്ടിക്കൊണ്ടാവാൻ വന്നിട്ടുണ്ട്, എന്നെ ജയിലിലിട്ട് കൊല്ലാൻ വേണ്ടി PCC ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നേരിട്ടുള്ള ആളാണ്. പക്ഷെ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി ഞാൻ ജീവിച്ച സ്ഥലത്ത് നല്ല ഏറ്റവും ശക്തിയുള്ള പാർട്ടിയായിരുന്നു. അവരെ അവിടെ എല്ലാവരുമായിട്ട് ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അവര് അവിടുത്തെ ഒരു മതേതരത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചാണ് ജീവിക്കുന്നത്. അല്ലാതെ അവര് വർഗീയത വിഷയം തുപ്പാറില്ല. തുപ്പുന്നത് ആരാണ്? ഈ പറയുന്ന ആൾക്കാരാണ്. യഥാർത്ഥത്തില് തെരഞ്ഞെടുപ്പ് കാലത്തിലൊക്കെ ഈ പ്രചരണം ഏറ്റവും കൂടുതൽ അഴിച്ചുവിട്ടത്, അതായത് ഇപ്പം ബാലനെ പോലുള്ള നേതാക്കൾ ആഭ്യന്തരം കൈകാര്യം ചെയ്യുക ജമാഅത്തി ആയിരിക്കും, ലീഗിന്റെ ഭരണമായിരിക്കും എന്നൊക്കെയുള്ള പ്രചരണം അഴിച്ചുവിട്ടിട്ട് CPM-കാരാണ്, CPM അനുഭാവികളാണ്. അതായത് അവരുടെ ആവശ്യമാണ് എന്ത്? കേന്ദ്രത്തിന്റെ ആവശ്യപ്രകാരം ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കി BJP-യെ ശക്തിയാക്കി കൊടുക്കുക എന്നുള്ളത്. CPM-നല്ല അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് ആർക്കാണ്? നേരെ BJP-ക്കാണ്. BJP എങ്ങനെ ശക്തിയായി കൊടുക്കേണ്ട ആവശ്യമാണ്? പിണറായിന്റെ ആവശ്യമാണ്. എന്തിനാണ്? അദ്ദേഹം ജയിലിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനം വിടാതിരിക്കുന്നത് എന്തിനാ അറിയോ? BJP പറഞ്ഞിട്ടുണ്ട് ഇവിടെ CPM-നെ പരിപൂർണമായിട്ട് ഏതിൽ ലയിപ്പിക്കണം? BJP ലയിപ്പിക്കണം. അതിനുള്ള ഘട്ടം ഘട്ടമായി പ്രവർത്തനം തുടങ്ങിക്കൊള്ളാം. അപ്പോ അതിന്റെ പ്രാവശ്യം തിരുവനന്തപുരത്ത് ആരെ ജയിപ്പിച്ചെടുത്തത്? മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്നാണ്. അതായത് CPM-ന് ശക്തിയുള്ള മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തവണ അവസാനം BJP-ക്ക് വോട്ട് കിട്ടിയത്. എവിടെ? തിരുവനന്തപുരത്ത് നേമത്ത്. അതേപോലെ കഴക്കൂട്ടത്ത് CPM-ന് ശക്തി കേന്ദ്രങ്ങളിലാണ് BJP-ക്ക് വോട്ട് കിട്ടിയത്. അതായത് BJP-ക്ക് അനുകൂല വോട്ട് ചെയ്ത് ആരാണ്? CPM ആണ്. എവിടെ? ചാത്തന്നൂരിൽ CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി BJP-യെ വിജയിപ്പിച്ചുള്ള ആരാണ്? CPM ആണ്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ട് ചേർന്നുള്ള കണക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. എന്തായാലും VD സതീശനും പിണറായി വിജയനും നേർക്കുനേർ പോരാടുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കാരണം പ്രതിപക്ഷ നേതാവാകുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളിപ്പം പറഞ്ഞുള്ള BJP-ആയിട്ട് ലയിപ്പിക്കുന്നതിന്റെ ശ്രമമായിരിക്കും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് നിന്ന് CPM-ന്റെ കടിഞ്ഞാൺ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവണം.
എന്നാലല്ലേ അദ്ദേഹത്തിന് ബാക്കി പാർട്ടിയിലുള്ള ഘട്ടം ഘട്ടമായിട്ട് BJP എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ MLA മാത്രമായാൽ അത് നടക്കുമോ? ആരും വില വെക്കില്ല. ഇന്ന് MLA സ്ഥാനത്ത് വന്നോക്കട്ടെ, ഒരു കുട്ടി ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല എന്നുള്ള അവസ്ഥയാണ് അദ്ദേഹത്തിന്. കാരണം CPM പരിപൂർണമായി നശിപ്പിച്ചു, ആ സംഘടന ഇല്ലാതാക്കി. ആ സംഘടന ഇല്ലാതാക്കി എവിടെയൊക്കെ BJP വളർന്നുണ്ടോ അവിടെയൊക്കെ CPM ശക്തിയുള്ള സ്ഥലത്തായിരുന്നു. 3 സ്ഥലത്ത് CPM CPID സ്ഥാനാർത്ഥികൾ ജയിച്ച സ്ഥലമാണ് BJP ജയിച്ചത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ല, പുതിയൊരു ആളുകൾക്ക് അവസരം കൊടുക്കായിരുന്നില്ല. ഇപ്പം ബാലഗോപാലിന് അവസരം കൊടുക്കായിരുന്നു, മുഹമ്മദ് റിയാസ് ഉണ്ട്. അതൊന്നും കൊടുക്കാതെ അദ്ദേഹം തന്നെ വീണ്ടും വരുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും? അതിന്റെ പിന്നിലുള്ള ഛേദോവികാരം എന്ന് പറയുന്നത്, അദ്ദേഹം അധികാരമുണ്ടെങ്കിൽ മാത്രമേ CPM നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ആ CPM നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ലാത്തൊരവസ്ഥയിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കില്ല. അപ്പൊ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പല തീരുമാനങ്ങൾ എടുക്കാനും, പ്രതിപക്ഷ നേതാവുമ്പോൾ പല തീരുമാനങ്ങൾ എടുക്കാനും, വർഗീയത ആളിക്കത്തിക്കാൻ, അതുവഴി BJP വളർത്താനും വേണ്ട ചെയ്തു കൊടുക്കണം. അത് കേന്ദ്രത്തിൽ നിന്ന് ആര് പറയും? അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞു കൊടുക്കും. അതുപോലെ ചെയ്തില്ലെങ്കിൽ പിണറായി വിജയൻ എന്താവും? അയാൾ അപ്പം തൂക്കിയെടുത്തുകൊണ്ടാവുള്ള കേസുകളല്ലേ മുന്നിലുള്ളത്. കാട്ടുകളനല്ലേ ആ ചെയ്തുള്ള കേസുകൾ. നമ്മളാണോ പറഞ്ഞിട്ടുള്ളത്? നരേന്ദ്രമോദി ഇവിടെ വന്ന് പറഞ്ഞില്ലേ മുഖ്യമന്ത്രിന്റെ ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് കേന്ദ്രം എന്നുള്ളത്? പറഞ്ഞിട്ടുണ്ടോ? അമിത്ഷാ പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാം, കെജ്രിവാളിനെയൊക്കെ തൂക്കിയെടുത്ത് ജയിലിൽ അടച്ച പോലെ ആണെങ്കിൽ അദ്ദേഹത്തെ ഒരു 100 തവണ ജയിലിൽ അടയ്ക്കുന്ന സമയം കഴിഞ്ഞു. ഇപ്പൊ പൂട്ടിപ്പോയി. അപ്പൊ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു വർഗീയതയും ഇല്ല. ഇവിടെ ആരും തന്നെ വർഗീയമായി പറയുന്നുമില്ല. വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വെക്കുകയാണ് ഇതിന്റെ ഇടയിൽ കൂടെ.